ശാസ്ത്രീയമാണ് അലോപ്പതി എന്ന് പറയുന്നത്, ശുദ്ധ അസംബന്ധമാണ്, അബദ്ധമാണ്. അത് അപകടശാസ്ത്രമാണ്, കച്ചവട ശാസ്ത്രമാണ്. ശരീരം ബയോളജിക്കലാണ്. ബയോളജിക്കലായ ശരീരത്തിന് ബയോളജിക്കലായ സാധനങ്ങൾ വേണം. ഞാൻ നേരത്തെ നിങ്ങളോട് അയൺ, ഇരുമ്പ്, ചീരച്ചെടി വലിച്ചെടുക്കുന്നതും മരുന്ന് കമ്പനി മണ്ണിൽ നിന്ന് നേരിട്ടെടുക്കുന്നതും പറഞ്ഞു. ആ ഇരുമ്പ് ചീരച്ചെടി മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് തൻ്റെ തണ്ടിലൂടെ, ഇലകളിലൂടെ നമുക്ക് പരിവർത്തനം നടത്തി തരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലാകും, ഉപകാരം ചെയ്യുന്ന രീതിയിലാകും. നേരിട്ട് അയൺ വേദനിച്ച് ഗുളിയായിട്ട് കഴിക്കുമ്പോൾ എപ്പിഗ്യാസ്ട്രിക് പെയിൻ, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, ഡയറിയ മോർ ദാൻ കോൺസ്റ്റിപ്പേഷൻ, ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വീഴും. അതുകൊണ്ട് അല്പം സമയം ചെലവാക്കി ഈ രീതി പഠിക്കാൻ തയ്യാറാവണം. ഏതായാലും ആ ഒരു തീരുമാനമുള്ളവർ മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകൾക്ക് വരിക. ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. നിങ്ങൾ പുതുതായിട്ടൊരു കാര്യവും ചെയ്യണ്ട. ഇതാണ് പ്രകൃതി ജീവിതത്തിൻ്റെ സൗന്ദര്യം. നിങ്ങൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു കാര്യവും പുതുതായി ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. കൂടുതൽ സമയം ലാഭം, പണം ലാഭം, ആരോഗ്യം ലാഭം. പലരുടെയും വിചാരം പ്രകൃതി ജീവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് അനുഭവിക്കുക. എനിക്ക് ഭയങ്കര തിരക്കാണ്, അല്ലെങ്കിൽ തന്നെ ഈ തിരക്കേറിയ ജീവിതമുള്ള എനിക്ക് പ്രകൃതി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റാൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് കാലത്ത് എഴുന്നേറ്റാൽ ഭർത്താവിന് കുട്ടികൾക്ക് ചായ വേണ്ടേ? അപ്പോൾ ഞാൻ ചായ എനിക്കും കുടിക്കണം, ചായ കുടിച്ചില്ലെങ്കിൽ ഉന്മേഷം ഉണ്ടാവില്ലല്ലോ സാറേ, ഞങ്ങൾ ചായ തിളപ്പിച്ച് കുടിക്കും. പ്രകൃതിയിലേക്ക് വന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടും, കഷ്ടപ്പാട് കൂടും. കാലത്ത് എഴുന്നേറ്റാൽ പച്ചവെള്ളം കുടിച്ചാൽ മതി എന്നായി പോകും. ചായ കുടിക്കരുതെന്നാണ്. അപ്പോൾ ബുദ്ധിമുട്ട് കൂടുകയോ കുറയോ? കുട്ടി എന്താ പറയണേ? ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടി കാലത്ത് എഴുന്നേറ്റ് ചായയും കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ച് വരുന്നതാണോ ബുദ്ധിമുട്ട്, അതോ പച്ചവെള്ളം നേരിട്ട് കുടിക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാ ബുദ്ധിമുട്ട്? ഏതാ എളുപ്പം? കുട്ടി ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കുട്ടിക്ക് അതങ്ങോട്ട് മനസ്സിലായിട്ടില്ല, കുടിക്കില്ല. അപ്പം പ്രകൃതി കുട്ടിയാണല്ലോ. പിന്നെ കാലത്ത് തിരക്ക് കൂടുതലാണെങ്കിൽ ഒരു ജ്യൂസോ, അപ്പം ഞാനിന്ന് ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് രാവിലെ ഒരു ജ്യൂസ് കുടിച്ച്, എഴുന്നേറ്റ വഴി ഞാൻ ഒരു കരിക്ക് കുടിക്കും, അത് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജ്യൂസും കഴിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. തിരക്കേറിയ ജീവിതത്തിന് ഈ ജ്യൂസ് കുടിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ പുട്ടും കടലയും അരിപ്പും എല്ലാം കൂടി ഇട്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് അമൃതത്ത് കഴിക്കുന്നതാണോ? ബുദ്ധിമുട്ട് ഏതാ? കഷ്ടപ്പാട് ഏതാ? എന്തൊരു എളുപ്പമാണ്. ഉച്ചക്കത്തിന് പഴം കിട്ടിയാലും ഒരു ജ്യൂസ് കിട്ടിയാലും എനിക്കത് മതി കേട്ടോ. ഇവിടെ ആയതുകൊണ്ട് നല്ല ഭക്ഷണം, നമ്മുടെ കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മുടെ പ്രകൃതി ഹോട്ടലിൽ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ ഞാൻ ഊണ് കഴിക്കും. അത് കഴിഞ്ഞാൽ വൈകിട്ട് പലപ്പോഴൊന്നും കഴിക്കാലോ, ഒരു കരിക്ക് കുടിക്കും അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കും. തിരക്കേറിയ ജീവിതത്തിന് ബുദ്ധിമുട്ടായില്ലേ, കഷ്ടപ്പാടായില്ലേ? നിങ്ങൾ പുതുതായി ഒരു കാര്യവും ചെയ്യണ്ട. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ടാദിനങ്ങൾ കുറയ്ക്കുക. 6 നേരമൊക്കെയാണ് പീറ്റ തിന്നുന്നത് മലയാളി. പട്ടിണി കിടന്ന മലയാളിക്ക് കീശയിൽ കാശ് കയറിയപ്പോൾ കൊതിയുള്ളതൊക്കെ വാങ്ങി കോഴിയും താറാവും ഒക്കെ കൂടി എടുത്ത് തിന്ന് രോഗിയാകുന്ന വംശമാണ് മലയാളിയുടേത്. പട്ടിണി കിടന്നിട്ട് രോഗിയായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാതെ പട്ടിണിയായി പോയതുകൊണ്ട് രോഗം പിടിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ 1-ാം തീയതി കാസർഗോഡ് നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. 1 കാസർഗോഡ്, 2 കണ്ണൂർ, 3 വയനാട്, 4 കോഴിക്കോട്, 5 മലപ്പുറം, 6 പാലക്കാട്, ഇങ്ങനെ 14-ാം തീയതി ഇന്നലെ വെട്ടിക്കോടും കൊല്ലമായിരുന്നു. ഇന്നേ വരെ പട്ടിണി കിടന്ന് രോഗം പിടിച്ച ഞാൻ കണ്ടിട്ടുണ്ട്. 2 കുട്ടികളിരുന്ന് കരയുകയാണ്. ഒരാൾ ടീച്ചറാണ്, മകൻ, ഒരാൾ ടീച്ചറാണ്, മറ്റേ അനിയൻ വേറെ ജോലി ചെയ്യുന്നു, കരയുക. ഉമ്മയ്ക്ക് വയറ്റിൽ പ്രയാസമാണ്. എന്താണ് അസുഖം എന്ന് മുഴുവനും ക്യാൻസറിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടില്ല, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. ഡോക്ടറെ, ഞങ്ങളുടെ ഉമ്മ പട്ടിണി കിടന്നാണ് ഡോക്ടറെ ഞങ്ങളെ വളർത്തിയത്.
ഞങ്ങളുടെ അമ്മയുടെ പട്ടിണി കണ്ടിട്ട് അന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് ജോലിയെടുത്ത് പൈസ വരാറാകുമ്പോൾ ഉമ്മയെ ഞങ്ങൾ രാജ്ഞിയെ പോലെ, ഞങ്ങൾക്കിപ്പോൾ പണം വന്നു ഡോക്ടറെ, കാശ് വന്നു, പക്ഷെ ഞങ്ങളുടെ ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. കരയുക ഓർക്കുമ്പോൾ അതാ രംഗം ഓർക്കുമ്പോൾ ഞാനും അല്ലാതെയാവും. കരയുക. ഒരു മാസം കൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് സാധിച്ചു കേട്ടോ. മലപ്പുറത്ത് യൂണിവേഴ്സിറ്റിയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അവർ വന്നത്. ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി, പ്രകൃതി ചെയ്തിട്ടാണ്. ഇപ്പോൾ ഭക്ഷണം കൊണ്ട് രോഗിയാകുകയാണ് നമ്മൾ. 3 നേരത്തിൽ കൂടുതൽ ഭക്ഷണം, ഒരു കപ്പലണ്ടി കഷണം പോലും വയറ്റിലേക്ക് പോകരുത്. 3 നേരം, 3, 4, 5 ജ്യൂസുകൾ നിങ്ങൾ കുടിച്ചോ. 3 നേരം ഭക്ഷണത്തിൽ 1 നേരം ജ്യൂസുകളെ അല്ല പഴങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കരിക്കായ മതി. വേവിച്ച ഭക്ഷണം 2 പ്രാവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ ദഹനം കൂടുതൽ നടക്കണം. ആ ദഹനത്തിൽ നിങ്ങളും കൂടെ ദഹിക്കാൻ തുടങ്ങും. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ തീ കത്തണുണ്ട്, വണ്ടിയുടെ ഉള്ളിൽ തീ കത്തണുണ്ട്. ആ തീ പുറത്തേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? ആ തീ കൂടിപ്പോയാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് ഇന്ന് ശരീരത്തിലൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആഹാരം മിതമാവണം. 2 നേരം വേവിച്ചത്, 1 നേരം പഴങ്ങൾ. അല്ല എങ്കിൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന 11 മണിക്ക് തവിട് കളയാത്ത ചോറ്, അല്ലെങ്കിൽ പച്ചരിച്ചോറ്, അധികം പുളിയും ഉപ്പും എരിവും ഇല്ലാത്ത സാത്വികമായൊരു സാമ്പാർ, അവിയൽ, തോരൻ, മോരോ തൈരോ ഉണ്ടാവും. പിന്നീട് അവർക്ക് ഭക്ഷണമുള്ളത് 5-നും 7-നും ഇടക്കാണ്. 2 ദോശയും ഇച്ചിരി ചട്നിയും. ഇന്ത്യയിൽ എവിടെയെല്ലാം ശാസ്ത്രീയ ഗവേഷണ സ്ഥാപനങ്ങളുണ്ടോ, അക്കൗണ്ടൻസി സ്ഥാപനങ്ങളുണ്ടോ, അവിടെ 10 പാലക്കാട്ടുകാരുണ്ടാവും, അഗ്രഹാരത്തിലുള്ളവരുണ്ടാവും. അപ്പം നമ്മൾ ജനകീയമായി ജനങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ആരോഗ്യ രീതിയാണിത്. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്.